പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. നിങ്ങളാരും ചിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പറയുന്നതല്ല. എല്ലാ സന്ദർഭങ്ങളിലും അങ്ങനെ നർമ്മം പറയാൻ വളരെ ബോധപൂർവ്വം നർമ്മം പറയുന്ന ഒരാളല്ല. എല്ലാ സമയത്തും ഇത് ഞാൻ അങ്ങനെ പറയാറില്ല. ഇത് എനിക്ക് തന്നെ തോന്നിയൊരു കാര്യം, എനിക്ക് ടെൻഷൻ കൂടുമ്പോൾ ഞാനിത് പറയും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിഷാരടിയും ശ്വേതാ മേനോനും സംസാരിക്കുന്ന കോൾ റെക്കോർഡ് പുറത്തുവിട്ടത് ആരാ? ശ്വേതാ മേനോൻ തന്നെ പുറത്തുവിട്ടത്. എന്തായാലും ആ ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പൊ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ പിഷാരടി നമ്മുടെ ശ്വേതാ മേനോനോട് ചോദിക്കുന്നു എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഇന്ന് വരും. ആ ഒരു വോയിസ് ഇപ്പൊ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ? ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി? ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. എല്ലാരും കേട്ടല്ലോ. ഇതാണ് ആ ഒരു ഫോൺ സംഭാഷണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്വേതാ മേനോൻ പിഷാരടിയെ കുടുക്കി എന്ന് തന്നെ പറയണം. ഇവർ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ശ്വേതാ മേനോൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് പുറത്തു വിടുമെന്നോ എന്നും തന്നെ ഈ പിഷാരടിക്ക് അറിയില്ലായിരുന്നു. പുള്ളി വളരെ വിശ്വസ്തയോടുകൂടി സംസാരിച്ച കാര്യങ്ങൾ എന്ത് ചെയ്തു? ശ്വേതാ മേനോൻ അത് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് പബ്ലിഷ് ചെയ്തു. അതിൽ ഈ ഒരു പോയിന്റ്, അതായത് ഈ ചോദിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, എന്താ പരിപാടി, അത് എന്റെ ഹസ്ബൻഡ് ഇന്ന് വരുന്നു എന്ന് പറയുമ്പോൾ പിഷാരടി കളിയാക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇതെടുത്ത് വെച്ച് സോഷ്യൽ മീഡിയ അങ്ങ് തലക്കിക്കൊണ്ടിരിക്കാം. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, പാലക്കാട് നിന്ന് ജയിച്ചത് തന്നെ ആൾക്കാർക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥലത്ത് നിന്ന് ജയിച്ച ഒരാളാണ്. ഇപ്പോ എല്ലാരും പറയുന്നത് എന്തുവാ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത അനുയായി എത്തിയെന്നാ പറയുന്നത്. ആൾക്കാര് കളിയാക്കി പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഈ അമ്മ എന്ന് പറയുന്ന സംഘടന സത്യം പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവർക്ക് സിനിമാക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഘടന. ഇതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് യാതൊരുവിധ പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ അമ്മ സംഘടനയിലെ തൊട്ടതും പിടിച്ചതും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. എങ്കിലും പറയാതിരിക്കാൻ വയ്യ, ഇതിൽ ന്യായം എന്ന് പറയുന്നത് അൻസിബയുടെ ഭാഗത്താണ് കേട്ടോ. കാരണം ആ ഒരു പെൺകുട്ടിയെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒക്കെ ആ സംഘടനയിലുള്ള ആൾക്കാർ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചു. അത് വല്ലാത്ത രീതിയിൽ ആ പെൺകുട്ടിക്ക് സഹിക്കാൻ വയ്യാതെ വന്നു. അതിപ്പോ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു കേസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഈ ശ്വേതാ മേനോനും പിഷാരടിയും സംസാരിച്ച ഫോൺ സംഭാഷണം അത് പുറത്തു വിട്ടത്. എന്ത് തെമ്മാടിത്തരം ഈ പറയുന്ന ശ്വേതാ മേനോൻ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. പിഷാരടി അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ച് അങ്ങ് പിന്മാറി. അല്ലാതെ എന്താ പറയണ്ടേ? ഇപ്പൊ പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ജനങ്ങളുടെ വോട്ട് ലഭിച്ച് ജയിച്ച ഒരു ആള് കൂടിയാണല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യണം. ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഈ ഒരു സംഘടനയിലെ പ്രശ്നത്തിൽ പെട്ടു ഇതേ ഒരു വോയിസ് പുറത്തു വന്നു. എന്താ പറയണ്ടേ? ഇതിൽ പരമണക്കേട് വേറെ വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇതിൽ പിഷാരടി സംസാരിക്കുന്നതിൽ അത്ര വലിയ ഒരു പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. എങ്കിൽ പോലും ആ ചോദിക്കുന്ന രീതി, അതാണ് ഇവിടെ ട്രോളന്മാരെടുത്ത് ട്രോളിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ പിഷാരടിയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതോ ശ്വേതാ മേനോനെയാണോ? പിഷാരടിയുടെ സംസാരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു എന്താ പറയുക, ഒന്ന് പഞ്ചാര അടിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയോ?
എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഇപ്പൊ പിഷാരടിയെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ട്രോളാനായിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. അതായത് എല്ലാവരും നല്ല രീതിയിൽ എടുത്ത് വെച്ച് അലക്കുന്നുണ്ട് കേട്ടോ. രാഹുൽ എവിടെ നിന്നും നിർത്തിയോ അവിടെ നിന്നാണ് പാലക്കാടിന്റെ MLA ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെ അറിഞ്ഞില്ലേ? രാഹുൽ എന്നൊരു കോഴി പോയപ്പോൾ ഷെൽഡി എന്നൊരു കോഴി വരുന്നു. ജയ് ഭാരത് മാതാ. കോൺഗ്രസുകാർ അടുത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈ വാക്ക് ഇത്രത്തോളം അറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. രാഹുൽ എവിടെ നിന്നും നിർത്തിയോ അവിടെ നിന്നാണ് പാലക്കാടിന്റെ MLA ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലെ ആദ്യം നമ്പർ 1 മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, നമ്പർ 2 പാലക്കാട് നഗരസഭാ കൌൺസിലർ, ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല, ജയിലിൽ കിടക്കുകയാണ്. നഗരസഭാ കൌൺസിലറായിട്ടുള്ള പ്രക്ഷോഭ്. ഇപ്പൊ മൂന്നാമത് പാലക്കാട് നിലവിലെ MLA ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് പാലക്കാട്ടെ സ്ത്രീജനങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ, പാലക്കാട് മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീപീഡകരായിട്ടുള്ള ആളുകള്, സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകള്, ഇവർക്കുള്ള ഒരു ഷെൽട്ടറായിട്ട് പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയിരിക്കുകയാണ്. ആത്മാഭിമാനമുള്ള സ്ത്രീകളോട് സ്ത്രീ സംരക്ഷണം എന്ന വാക്കിൽ മാത്രം ഒതുക്കാത്ത ഏതെങ്കിലും കോൺഗ്രസുകാര് പാലക്കാട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വേറെ വല്ല പണിക്കും പോകുന്നതാണ് അവർക്ക് നല്ലതെന്നാണ് പറയാനായിട്ടുള്ളത്. കണ്ടല്ലോ, ഈ അവസരം മുതലെടുത്തുകൊണ്ട് കുറെ അധികം ആൾക്കാർ ഇപ്പൊ പിഷാരടിക്കെതിരായിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുക. പ്രതിഷേധം, അതുപോലെ പ്രതിഷേധം എന്ന് വെച്ചാൽ ഭയങ്കര പ്രതിഷേധം. ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഈ ഫോൺ സംഭാഷണവും എല്ലാം പുറത്തുവിട്ടത് ആരാ? ശ്വേതാ മേനോൻ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടുപോയി പിഷാരടി. പാലക്കാടുകാരുടെ ഭാഗ്യമാണ് ഭാഗ്യം. മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവർത്തനങ്ങൾ അതേപടി പിന്തുടർന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പുതിയ MLA ആണ് പാലക്കാടുകാർക്ക് കിട്ടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്ന ആ കഴിവൊക്കെ തനിക്കുമുണ്ടെന്ന് പിഷാരടിയും തെളിയിച്ചിരിക്കുകയാണ്.